NMOC 2023 സാറ്റിലെ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ. അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഏകകം ഏതാണെന്ന് ചോദ്യം. ഇത് യൂണിറ്റ് ഫോർ റെക്കോർഡിംഗ് അറ്റ്മോസ്ഫിയർ പ്രഷർ. ഫസ്റ്റ് ഫാരൻഹീറ്റ് കൊടുത്തിട്ടുണ്ട്, സെൽഷ്യസ്, ഇഞ്ചസ് ആൻഡ് ഹെക്ടോ പാസ്കൽ. നമുക്കറിയാം ഫാരൻഹീറ്റ് ഊഷ്മവുമായി ബന്ധപ്പെട്ടാണ്, ഹീറ്റുമായി ബന്ധപ്പെട്ട, സെൽഷ്യസ് ഇതുപോലെ ഹീറ്റുമായി ബന്ധപ്പെട്ടാണ്, ഇഞ്ച് നമ്മുടെ ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ടതാണ്, ഹെക്ടോ പാസ്കലാണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം അറിയപ്പെടുന്ന പേര് ഏതാണ്? ദ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ ഈസ് നോൺ ആസ്. ഓപ്ഷൻ കൊടുത്തതിന് സോളാർ യൂണിറ്റ്. സോളാർ യൂണിറ്റ് ശരിക്ക് സോളാർ പാനലിൻ്റെ കപ്പാസിറ്റിയുമായി ബന്ധപ്പെട്ട യൂണിറ്റാണ് സോളാർ യൂണിറ്റ്. നമ്മുടെ ഈ ഓപ്ഷൻ ശരിയല്ല. അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ AU എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭൂമിയും സൂര്യനും തമ്മിലുള്ള ശരാശരി ദൂരമാണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ്, AU എന്ന നൊട്ടേഷൻ. ഇത് ഏകദേശം 15 കോടി കിലോമീറ്ററാണിത്. ഇത് സൗരയൂഥത്തിൽ നമ്മുടെ പ്ലാനറ്റ്സ് തമ്മിലുള്ള അകലം അളക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അടുത്താണ് പാർസെക്ക്. പാർസെക്ക് എന്ന് പറയുന്നത് സൗരയൂഥത്തിൽ തന്നെ ഈ ഡിസ്റ്റൻസിലെ ഏറ്റവും വലിയ യൂണിറ്റാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ അസ്ട്രോണമിക്കൽ യൂണിറ്റ് കഴിഞ്ഞാൽ അടുത്ത യൂണിറ്റ് വലുത് പ്രകാശവർഷമാണ്. അതിനേക്കാൾ വലുത് യൂണിറ്റ് വരുന്നത് പിന്നെ പാർസെക്കാണ്. അപ്പോൾ പാർസെക്ക് എന്ന് പറയുന്നത് ഗാലക്സികൾ തമ്മിലുള്ള അകലം അളക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് സൗരയൂഥത്തിലെ ഗോളങ്ങൾ തമ്മിലുള്ള അകലം അളക്കാൻ ഉപയോഗിക്കുന്നുവെങ്കിൽ പാർസെക്ക് ഉപയോഗിക്കുന്നത് ഗാലക്സികൾ തമ്മിലുള്ള അകലം അളക്കാൻ ഉപയോഗിക്കുന്നത്. അത് പ്രകാശവർഷമാണെങ്കിൽ ലൈറ്റ് ഇയർ എന്ന് പറയും. പ്രകാശവർഷം ഉപയോഗിക്കുന്നത് നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലം അളക്കാൻ ഉപയോഗിക്കുന്നത്. 3.26 ലൈറ്റ് ഇയർ ആണ്, 3.26 ലൈറ്റ് ഇയർ ആണ് എന്ത് പറയുന്നത് ഒരു പാർസെക്ക് എന്ന് പറയുന്നത്. പ്രകാശവർഷത്തിനേക്കാൾ വലിയ യൂണിറ്റാണ് പാർസെക്ക്. അപ്പോൾ ഇതിൽ ഓർത്തിരിക്കേണ്ടത് അസ്ട്രോണമിക് ചെറിയ യൂണിറ്റാണ്, അതിനേക്കാൾ വലിയ യൂണിറ്റ് പ്രകാശവർഷമാണ്. പ്രകാശം ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ് പ്രകാശത്തിൻ്റെ വേഗത. അത്രയും വേഗത ഉപയോഗിച്ചുകൊണ്ട് ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. അതിനേക്കാൾ അത്രയും 3.26 പ്രകാശവർഷം കൂടിയതാണെന്ന് പറയുന്നത് ഒരു പാർസെക്ക് എന്ന് പറയുന്നത്. ഇതിൽ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത് ഈ പ്രകാശവർഷം എന്ന് പറയുന്നത് ടൈമിൻ്റെ യൂണിറ്റ് അല്ല എന്നൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരണം. ടൈമിൻ്റെ യൂണിറ്റ് അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ഥിരകാന്തത്തിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ലോഹസങ്കരം ഏതെന്നുള്ളതാണ്. നെയിം ദ metal alloy which is normally mainly used to making the permanent magnet എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിലത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്രോൺസ് ആണ്. ബ്രോൺസ് എന്ന് പറയുന്നത് ഓടാണ്. ഓട് കോപ്പറും അയേണും തമ്മിലുള്ള മിക്സാണ്. കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ, നമ്മൾ കുപ്രം എന്നുള്ള പേരിൽ നിന്നാണ് കോപ്പർ ഉണ്ടായ ലാറ്റിൻ വേർഡ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ നമ്മൾ ഓർത്തിരിക്കണം, 29 ആണ്. ഇരുമ്പിൻ്റെ വേർഡ്സിൻ്റെ മീനിങ് തന്നെ വരുന്നുണ്ട്, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ തന്നെ വരുന്നുണ്ട്. ഇരുമ്പിൻ്റെ 26 ആണ് അറ്റോമിക് നമ്പർ. അതുപോലെ തന്നെ കോപ്പറും സിങ്കും തമ്മിലുള്ള, സിങ്കിൻ്റെ അറ്റോമിക് നമ്പർ നമ്മൾ ഓർത്തിരിക്കണം, 30 ആണ് സിങ്കിൻ്റെ അറ്റോമിക് നമ്പർ. അപ്പോൾ കോപ്പറും സിങ്കും തമ്മിലുള്ള മെറ്റൽ അലോയാണ് പിച്ചള. പിച്ചള ഈസ് നോൺ ആസ് വാട്ട് ബ്രാസ് എന്നറിയപ്പെടുന്നത്, ബ്രാസ്. സിങ്കിനെ നമ്മൾ നാഗം എന്ന് മലയാളത്തിൽ അറിയപ്പെടും. ഇരുമ്പിൻ്റെ അറ്റോമിക് നമ്പർ നമ്മൾ പറഞ്ഞ് 26 ആണ്. ഇത് മെറ്റൽ അലോയി അല്ല. അപ്പോൾ ഈ സ്ഥിരകാന്തത്തിന് പെർമനൻറ്റ് മാഗ്നറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം എന്ന് പറയുന്നത് അൽനിക്കോ ആണ്. അൽനിക്കോ എന്ന് പറയുമ്പോൾ അലുമിനിയം ഉണ്ട്, നിക്കലുണ്ട്, ആൻഡ് ഇരുമ്പുണ്ട്, ആൻഡ് കൊബാൾട്ട് ഉണ്ട്. ഇത്രയും മെറ്റൽ കൂടിയിട്ടുള്ള മെറ്റൽ അലോയ് ആയിട്ടുള്ള ഇതാണ് നമ്മൾ ഇതിനുപയോഗിക്കുന്നത്, പെർമനൻറ്റ് മാഗ്നറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന യൂണിറ്റുകളിൽ ശരിയായ രീതിയിൽ എഴുതിയിരിക്കുന്നത് ഏതെന്നാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് യൂണിറ്റ് ഇൻ ഫിസിക്സ്? ഊർജ്ജാന്തര യൂണിറ്റുകൾ ശരിയായിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ്. ഈ കെൽവിൻ എഴുതിയിട്ടുണ്ട്, കെൽവിൻ ശരിയായിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ്. CMS എന്ന് പറഞ്ഞ യൂണിറ്റ് നമുക്ക് ഇല്ല ഫിസിക്സിൽ. P എന്നുള്ള റെപ്രസെൻറ്റേഷൻ പാസ്കലിനാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷേ റെപ്രസെൻറ്റേഷൻ സിമ്പിളാണ്. ന്യൂട്ടൺസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് റെപ്രസെൻറ്റേഷൻ. ന്യൂട്ടൺസ് എന്നുള്ളത് റെപ്രസെൻറ്റേഷൻ ശരിയല്ല. The ability of a material to pass magnetic flux lines through it is called. കാന്തിക ഫ്ലക്സ് രേഖകളെ കടത്തിവിടാനുള്ള ഒരു വസ്തുവിൻ്റെ കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത് പെർമിറ്റിവിറ്റി സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പെർമിറ്റിവിറ്റി. അപ്പോൾ ഇതല്ല ഓപ്ഷൻ. പെർമിയബിലിറ്റിയാണ് കറക്റ്റ് ആൻസർ. ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ പെർമിയബിലിറ്റിയാണ്. ആൻഡ് പെനട്രിവിറ്റിയാണ് നമുക്കറിയാം തുളച്ച് കഴിവിനെയാണ്, തുളച്ച് കയറുന്ന കഴിവിനെ. പ്രത്യേകിച്ചും എക്സ്റേ, ഗാമറേ, അങ്ങനെയുള്ള ആൽഫ, ബീറ്റ റേസ്, ഇതൊക്കെ തുളച്ചു കയറുന്ന പ്രകാശവും അതേപോലെ തന്നെ പറയുന്നൊരു യൂണിറ്റാണ് പെനട്രിവിറ്റി. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വേർഡാണ്. വിസ്കോസിറ്റി നമ്മൾ പറയാം ദ്രാവകങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാക്കാണ്. ഒരു ദ്രാവകത്തിന് ഒരു രൂപം മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിനെ തിരിച്ചു വരുന്ന റെസിസ്റ്റൻസ്, തിരിച്ചു വരുന്ന പ്രതിരോധത്തെയാണ് നമ്മൾ എന്താ പറയുക, വിസ്കോസിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. തെർമോ ഫ്ലാസ്ക്സ് സാധാരണയായി
തെർമോഫ്ലാക്സിനെ പറ്റി പറയുകയാണ്. ചാലനം വഴിയുള്ള താപനഷ്ടം കുറയ്ക്കുന്നു, കണ്ടൻഷൻ ഓൺലി. സംവഹനം വഴിയുള്ള താപനഷ്ടം കുറയ്ക്കുന്നു, കൺവെക്ഷൻ ഓൺലി. ചാലനം, സംവഹനം എന്നിവ വഴിയുള്ള ചാലനഷ്ടം കുറയ്ക്കുന്നു. ഇത് രണ്ടും വഴിയുള്ള ചാലനഷ്ടം കുറയ്ക്കുന്നു. നാലാമത്തെ ഓപ്ഷൻ പറയുന്നുണ്ട് ചാലനം, സംവഹനം, വികിരണം, റേഡിയേഷൻ എന്നിവ വഴിയുള്ള താപനഷ്ടം കുറയ്ക്കുന്നു. ഇത് നമുക്കറിയാം, തെർമോഫ്ലാസ്കിൽ എന്ന് പറയുന്നത് ഒരു ഇരട്ട പ്ലേറ്റിൻ്റെ ഇടയിൽ നമുക്ക് വാക്വം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. വാക്വം ക്രിയേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, വാക്വം ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചാലനവും സംവഹനവും, കണ്ടക്ഷനും കൺവെക്ഷനും തമ്മിലുള്ള താപചാലനം നടക്കില്ല. ഇത് സാധാരണയായിട്ട് ഖരാവസ്ഥയിൽ നടക്കുന്ന താപപ്രേഷണമാണ്. സംവഹനം എന്ന് പറയുന്നത് ദ്രാവകാവസ്ഥയിലൊക്കെ നടക്കുന്ന താപപ്രേഷണമാണ്. റേഡിയേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, റേഡിയേഷന് എന്ത് ആവശ്യമില്ല, ഒരു മീഡിയം ആവശ്യമില്ല. റേഡിയേഷന് താപം പ്രസരിപ്പിക്കാൻ മീഡിയം ആവശ്യമില്ല. അപ്പോൾ റേഡിയേഷൻ മുഖാന്തരമുള്ള താപനഷ്ടം കൂടി തടയുന്നൊരു സംവിധാനമാണ് തെർമോഫ്ലാസ്കിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ് ഓപ്ഷൻ. 10 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തപരിധിയിലൂടെ ഒരു വസ്തു സമാവർത്തന ചലനത്തിലാണ്. ഈ വസ്തുവിന് ആർജിക്കാൻ കഴിയുന്ന പരമാവധി സ്ഥാനാന്തരം എത്രയാണ് ചോദ്യം. എ ബോഡി ഈസ് അണ്ടർഗോയിങ് യൂണിഫോം സർക്കുലർ മോഷൻ ഓഫ് റേഡിയസ് 10 സെൻറ്റിമീറ്റർ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി. നമുക്കറിയാം, റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഈ പാർട്ടിക്കിൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വസ്തു ഇവിടേക്ക് വരുമ്പോൾ ഉള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഡിസ്പ്ലേസ്മെൻറ്റാണ്. ഇവിടെ എത്തുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്പ്ലേസ്മെൻറ്റാണ്. അപ്പോൾ നമുക്ക് ഈ വസ്തുവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുക ഈ ഡയമീറ്ററിലായിരിക്കും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കമ്മിയാവും. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 20 സെൻറ്റിമീറ്റർ. 10 സെൻറ്റിമീറ്റർ റേഡിയസ്. ദർഫോർ ആൻസർ ഈസ് 20 സെൻറ്റിമീറ്റർ ആണ് കറക്റ്റ് ആൻസർ. ഒരു വസ്തുവിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട സ്ഥാന സമയ ഗ്രാഫ് കൊടുത്തിരിക്കുന്നു. ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ മൂവിങ് ഒബ്ജക്റ്റ് ഈസ് ഗിവൺ ബിലോ. ക്വസ്റ്റ്യൻ, ഈ വസ്തുവിൻ്റെ ശരാശരി പ്രവേഗം എത്ര എന്നുള്ളതാണ്. ഈ വസ്തുവിൻ്റെ ശരാശരി പ്രവേഗത്തെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് സ്ഥാനം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വസ്തു നോക്കി മനസ്സിലാവും, 0 സെക്കൻഡിൽ ആൻഡ് 1 സെക്കൻഡിൽ 10 മീറ്റർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് മുകളിൽ പോകുന്നുണ്ട്. ആഫ്റ്റർ ഒരു മാക്സിമം ഹൈറ്റിന് വസ്തു താഴെ പോരുന്നുണ്ട്. ഈ മോഷൻ കംപ്ലീറ്റ് കഴിയുമ്പോഴേക്കും വസ്തു തിരിച്ച് എവിടെ എത്തുന്നുണ്ട്? ഫസ്റ്റ് പൊസിഷനിലാണ് വസ്തു എത്തുന്നത്, അതായത് 0 ഡിസ്റ്റൻസിലെത്തുന്നത്. അതതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, നമ്മളുടെ ഈ വസ്തു ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എത്രയാണ്? 0 ആണ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0. ടൈം എത്രയായാലും കുഴപ്പമില്ല, ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയതുകൊണ്ട് ഇവിടെ പ്രവേഗം എത്രയായിട്ട് മാറും? വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് മാറും. അടുത്ത ക്വസ്റ്റ്യൻ, സ്ഥിരാവസ്ഥയിലിരിക്കുന്ന വസ്തുവിൻ്റെ സ്ഥാനസമയ ഗ്രാഫ് എന്തെന്നുള്ളതാണ്. ചൂസ് ദ കറക്റ്റ് ഗ്രാഫ് ദാറ്റ് റെപ്രസെൻറ്റ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്. ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്ഥാന സമയ ഗ്രാഫ്. ഇവിടെ സ്ഥാനം വ്യത്യാസമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ നമുക്ക് മനസ്സിലാവും ടൈം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് പ്ലേസ് ഡിഫറെൻ്റ് ആവുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ടൈം മാറുന്നതിനനുസരിച്ച് വസ്തുവിൻ്റെ ഒബ്ജക്റ്റ് പൊസിഷൻ 20 ഈ പൊസിഷൻ തന്നെയാണ്. അപ്പോൾ ഈ പൊസിഷനിൽ തന്നെ ആയതുകൊണ്ട് ഇതാണ് കറക്റ്റ് ആൻസർ. ഇവിടെ സ്ഥാനം മാറുന്നില്ല. ഇവിടെ വസ്തുവിൻ്റെ സ്ഥാനം എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. ഈ വെർട്ടിക്കൽ മോഷനിൽ നമുക്ക് വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നതായിട്ട് കാണാം. ഇവിടെ നമുക്ക് വസ്തുവിൻ്റെ സ്ഥാനം അടുത്ത ഒബ്ജക്റ്റിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നുണ്ട്. അതേപോലെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്.